ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എണീക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പുതിയ അതിഥിയെ കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി നോക്കി. ആളിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കംഫർട്ടായി കേട്ടോ ഞങ്ങളുടെ അടുത്ത്. കാരണം അതിൻ്റെ കൂടോ അല്ലെ നമ്മുടെ ചുറ്റുപാടോ ഒന്നും അതിൻ്റെ വീടൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഇവനെ കിട്ടിയ ഏരിയയിൽ അങ്ങനെ കൂട് വെക്കാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളൊന്നും ഉണ്ടായില്ല. അത് കാരണം ഇവൻ എവിടെ നിന്നാണ് വന്നേ, ഇവൻ്റെ അമ്മ എവിടെ, ഒന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അവനെ അവിടെ വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ പോയി കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ കുടിക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കരമായിട്ട് തെറ്റുന്നുണ്ട് കേട്ടോ. ഈ ഡബ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്. ഞാൻ എല്ലാം പറയുന്നത് എന്തൊക്കെയോ മണ്ടത്തരം വിളിച്ച് പറയാണ്. എന്തായാലും എന്ത് ചെയ്യാനാ, ഡബ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ നമ്മുടെ രാഹുലേട്ടനെ കൊണ്ടുപോയി കുറേ വരുന്നുണ്ട്, ക്ഷമിക്കുക, ചായ കൊടുത്തു. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ ഓണമൊക്കെ വരുവാണല്ലോ. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും ഓരോ ഏരിയയിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോട് കുറേ പേര് ഡീപ്പ് ക്ലീനിങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ്, പക്ഷേ എനിക്കറിയത്തില്ല അങ്ങനെ ഡീപ്പ് ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കാനാണ്, അതൊന്ന് ചിന്തിക്കണം. നമുക്കെല്ലാം കൂടി ഒതുക്കി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, സ്ഥലത്തിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങളുണ്ട്. അത് കാരണം പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങളുടെ റൂമാണ് കേട്ടോ ആദ്യം ക്ലീൻ ആക്കുന്നത്. ആദ്യം അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി. പക്ഷേ എൻ്റെ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് പറയുന്നത്, എൻ്റെ കയ്യിൽ പിന്നെ പൊട്ടത്തരം മാത്രമല്ലേ വരത്തുള്ളൂ, വേറെ ഒന്നുമല്ല. ആദ്യം മാറാല അടിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ തൂത്തതിന് ശേഷം മാറാല അടിച്ചു. അപ്പോൾ അച്ഛനാണെങ്കിൽ 2-3 വട്ടം വന്നിട്ട് പറഞ്ഞു, റൂമിൻ്റെ ഉള്ളിൽ നല്ല മാറാലയുണ്ട്, അപ്പോൾ അലർജിയൊക്കെ ഉള്ളതാണ് എനിക്കും രാഹുലിനും, പെട്ടെന്ന് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മാറാലയൊക്കെ അടിച്ച് ഫാനയിലുള്ളത് എനിക്ക് തൂക്കാൻ പറ്റിയില്ല. അതിന് രാഹുലേട്ടൻ ഒരു ദിവസം കയറി തൂത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിത്തൂട്ടിന് മെയിനായിട്ട് ചപ്പാത്തി ഡാല് കറി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഡാല് കറി ഉണ്ടാക്കും. അപ്പോൾ അവന് ചോറിൻ്റെ കൂടെ ആയാലും ഡാല് കറി ഇഷ്ടമാണ്. അങ്ങനെ അവന് ഡാലിനോട് അത്യാവശ്യം താല്പര്യം. പക്ഷെ നല്ല കേട്ടോ, കുട്ടികൾ ഈ പരിപ്പൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്ന് മറ്റേ ട്രെയിനിൽ വെച്ചിട്ടൊരു ഫാമിലീനെ കണ്ടില്ല, തമിഴ് ഫാമിലി, അവരും പറഞ്ഞു കുട്ടിക്ക് ഡാല് കറി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് ഈ മാസത്തെ റേഷൻ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഞാനും രാഹുലേട്ടനും പോകാമെന്ന് കരുതി. കാരണം അമ്മ പോയി കഴിഞ്ഞാൽ അമ്മ അത്രയും വെയിറ്റും എടുത്തുകൊണ്ട് വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ രാഹുലേട്ടനെ ഇന്ന് പോയത്. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കടയിൽ നിന്ന് ഞാൻ അത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്, CR7 എങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ലിൻ്റെ പേര്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും രാഹുലേട്ടനും അത്തർ വാങ്ങാനല്ലല്ലോ നമ്മൾ പോകുന്നത്, റേഷൻ വാങ്ങാൻ. അപ്പോൾ റേഷൻ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കോട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റേഷൻ കടയിൽ പോയിട്ടാണ് നമ്മൾ റേഷൻ വാങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സ്പെഷ്യൽ അരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു 10 കിലോ അരി കിട്ടും, അത് വാങ്ങാനാണ് പോകുന്നത്. അപ്പോൾ അമ്മ നേരത്തെ പോയിട്ട് അല്ലാതുള്ള അരിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കണ്ണ് പോയത് അവിടുത്തെ മണി പ്ലാന്റിലേക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ അങ്ങനെ കയറി പറിക്കുന്നത് ഓക്കെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറിച്ചില്ല. അങ്ങനെ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ കൈയൊക്കെ പതിപ്പിച്ചപ്പോഴത്തേക്കും ചേച്ചി എനിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ എടുത്ത് തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 10 കിലോ റേഷനാണ്. എല്ലാവർക്കും ഇതേ അളവിൽ തന്നെ ആണോ കിട്ടുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഓരോ കാർഡുകാർക്ക് ഓരോ എന്തൊക്കെയോ കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ നീല കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ അരി മാത്രമേ ഉള്ളൂ, ഓണക്കിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ഇനിയിപ്പോൾ രാഹുലേട്ടൻ നേരെ കൊണ്ടുകൊടുത്തു. അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞി ചെറുക്കന് അമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ അവന് പാല് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരാൾക്ക് ഭയങ്കര അസൂയ കയറിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെയൊക്കെ എടുത്ത് ഈ ഒരു അണ്ണാൻ ഇരിക്കുന്നതാണ് കേട്ടോ. അവൻ അങ്ങോട്ട് പറ്റുന്നില്ല, ഭയങ്കര കുശുമ്പെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് ഇതുപോലെ ചോളം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന്. പുഴുങ്ങിയിട്ട് നാരങ്ങയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അഗാരോൻ്റെ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ ഭയങ്കര ഉപകാരമായി. ഞാൻ ഫുൾ ഇതിനകത്താട്ടോ എന്തുണ്ടാക്കിയാലും ഈ ഒരു കെറ്റിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആവി കയറ്റാനായിട്ട് ഇതിനകത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആവി കയറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു പെട്ടെന്ന് തന്നെ ആവിയായി കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. പിന്നെ ഞാൻ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലൊരു കർട്ടൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു കർട്ടൻ ഇടുകയാണ്. ഈ സ്ക്രൂ വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു രീതിയിലാണ് ഞങ്ങൾ കർട്ടൻ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈസിയാണ്, എടുക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നേരെ നമ്മുടെ ഹാളൊന്ന് തൂത്ത് വൃത്തിയാക്കും. കാരണം പിത്തുടൻ ഡാല് കറി മുഴുവനും അവിടെ എല്ലാം ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഫുള്ള് തൂത്തെടുക്കുകയാണ്. എന്നാലേ നമുക്ക് ഇന്നത്തെ ബാക്കി പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.